നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ ബി പിള്ളൈ, ഡയറക്ടർ, കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, തിരുവനന്തപുരം ആയുർവേദ കോളേജിന് പ്രവേശം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതായത് ഡെത്ത് ആൻഡ് ഡിസീസും മരണവും എങ്ങനെ സംഭവിക്കുന്നു. കാരണം ഇതൊരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. മെഡിക്കൽ ഡോക്ടേഴ്സിന് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് എല്ലാ സിസ്റ്റംസ് ഓഫ് മെഡിസിൻസും. ഇതൊരു പ്രത്യേകമായിട്ടുള്ള റിസർച്ചും പ്രത്യേകമായിട്ടുള്ള ഒരു ശാസ്ത്രവും അറിവും മാത്രമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. പ്രാക്ടിക്കലായിട്ട് നമുക്ക് എങ്ങനെയുണ്ട് ഈ രോഗം നമുക്ക് എവിടുന്ന് വരുന്നു, ഈ രോഗം കൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ടാകുന്നു, ഡെത്ത് തന്നെയും അതായത് മരണം തന്നെയും സംഭവിക്കുന്നു. അപ്പം അതിന് പ്രധാനമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വൻകുടലിനെ പറ്റിയാണ്. വൻകുടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കലായിട്ട് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല ഇതിന്. വൻകുടൽ അതായത് നമ്മുടെ ദഹന അവയവങ്ങൾ അത് നമ്മൾ തുടങ്ങുന്നത് വായിൽ നിന്നാണ്. വായ് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ അത് അന്നനാളം, അതിന് പറയുന്നത് ഇസോഫാഗസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നത് നമ്മുടെ ആമാശയം അല്ലെങ്കിൽ സ്റ്റൊമക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്മാൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ ചെറുകുടൽ. പിന്നെ ലാർജ് ഇൻറ്റസ്റ്റൈൻ, അതിൻ്റെ പേരാണ് കോളൻ അല്ലെങ്കിൽ വൻകുടൽ. അപ്പോൾ ഈ വൻകുടലിൽ പ്രാധാന്യമാണ് ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ പോകുന്നത്. അതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സോക്കേട് ഉണ്ടാകുന്നതും മരണം സംഭവിക്കുന്നതിൻ്റെയും പ്രധാന കാരണം നമ്മുടെ വൻകുടലാണ്, വേറൊരു അവയവമല്ല. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കഴിക്കുന്ന ആഹാരം ചവച്ച് അരച്ച് തന്നെ കഴിക്കണം. അതായത് ഹാഫ് ഡൈജഷൻ മസ്റ്റ് ബി ഇൻ അവർ മൗത്ത് എന്നാണ്. നമ്മുടെ ആഹാര സാധനങ്ങൾ ഡൈജഷൻ ഉണ്ട്, അതായത് അരയ്ക്കാൻ ഗ്രൈൻഡിങ് സിസ്റ്റമാണ്, അരച്ചാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ മറ്റ് ഈ നോൺ വെജ് ആനിമൽ പട്ടി, പൂച്ച, സിംഹം, കരടി, പുലി ഇതൊക്കെ കഴിക്കുന്നത് അവർ വിഴുങ്ങിയാണ്. നമ്മളങ്ങനെയല്ല, ചവച്ചരച്ച് തന്നെയാണ് കഴിക്കുന്നത്. അപ്പം അത് ദന്തിസ്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റഡിയാണ് പല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഗാസ്ട്രോ എൻട്രോളജി, അതായത് ദന്തിസ്ട്രിയും ഗാസ്ട്രോ എൻട്രോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹനത്തിന് സഹായിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളാണ് ബാക്കിയുള്ളതെല്ലാം വരുന്നത്. കാരണം ഇതെല്ലാം മൗത്തിൻ്റെ കണ്ടിന്യൂഷനാണ് അല്ലെങ്കിൽ വായുടെ കണ്ടിന്യൂഷനാണ്. അതായത് ഇസോഫാഗസ് അല്ലെങ്കിൽ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മെഡിക്കലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ പ്രാധാന്യം നമ്മുടെ വൻകുടലിന് മെഡിക്കൽ ഡോക്ടേഴ്സ് കൊടുക്കാറില്ല. ഇപ്പോൾ ഉദാഹരണം മലബന്ധം, അതായത് ലോകത്തിൽ തന്നെയും ഏറ്റവും കൂടുതൽ ഈ മെഡിസിൻ അല്ലെങ്കിൽ ലാക്സേറ്റീവ് അല്ലെങ്കിൽ അതായത് വയറ്റിൽ നിന്ന് പോകാൻ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉപയോഗിക്കുന്നത് ഈ ലാക്സേറ്റീവ്സാണ്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല ആഹാര രീതികൾ കൊണ്ട് അവർക്ക് ഇത് നോർമലായിട്ട് ഈ എവാക്വേഷൻ അല്ലെങ്കിൽ മലബന്ധം മാറാൻ പറ്റുന്നില്ല. അപ്പോൾ മലബന്ധം ഇപ്പോൾ എൻ്റെ പേഷ്യൻ്റ് തന്നെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ശതമാനം, അതിന് ശതമാനം പോലും പറയാൻ പറ്റില്ല, കുട്ടികൾ സഹിതം മലബന്ധം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സാധാരണ മെഡിക്കൽ ഡോക്ടേഴ്സ് ഇപ്പോൾ 2-3 ദിവസം മലം പോയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നോർമലാണെന്ന് പറയും. പക്ഷെ അത് കുഴപ്പമുണ്ട്. ഉദാഹരണം, നമ്മൾ ഒരു പ്രാവശ്യം ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ 2 പ്രാവശ്യം മലം പോകണം. 2 പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ 3-4 പ്രാവശ്യം. എത്രത്തോളം മലം പോകുന്നു അത്രയും നല്ലതാണ്. അതായത് നമ്മുടെ അതിന് പറയുന്ന ആക്റ്റീവ് കോളൻ, അതായത് നമ്മുടെ വൻകുടൽ ശരിക്കും പ്രവർത്തിക്കുന്നു ഇല്ലയോ എന്ന് അറിയുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഈ നമ്മൾ കഴിക്കുന്ന ആഹാരം ഇതെല്ലാം വന്ന് അടിയുന്നത്, ദഹനത്തിന് ശേഷം വന്ന് അടിയുന്നത് നമ്മുടെ വൻകുടലിലാണ്. അപ്പോൾ ഈ വൻകുടലിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻകുടൽ നിറച്ച് ഫീസിസാണ്, മലമാണ്. ഈ മലമാണ് നമുക്ക് കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്യൂവേജ് സിസ്റ്റം, അതല്ലെങ്കിൽ നമ്മുടെ ടോയ്ലറ്റിൻ്റെ
വെള്ളം പോകാതിരുന്ന് കഴിഞ്ഞാൽ എല്ലാം കൂടെ കെട്ടിക്കിടക്കുന്ന അതേ ഇത് തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വൻകുടൽ എന്ന് പറഞ്ഞാൽ ഒരു സെപ്റ്റിക് ടാങ്ക് തന്നെയാണ്. പക്ഷേ പ്രകൃതി അല്ലെങ്കിൽ നിങ്ങൾ ദൈവം എന്ന് പറയുക ചെയ്തിരിക്കുന്ന ഒരു കുഴപ്പം ഇതാണ്, ഈ വൻകുട ഈ മലത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ കുടിക്കുന്ന വെള്ളം ഇതെല്ലാം പോയി വീഴുന്നത് വൻകുടലിലാണ്. അപ്പോൾ ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്നാണ് ഈ വെള്ളം ഫിൽട്ടർ ചെയ്ത് കിഡ്നി ഫിൽട്ടർ ചെയ്ത് മറ്റ് രക്തത്തിലേക്ക് കൊടുക്കുന്നത്. അപ്പം എന്തുമാത്രം പ്രാധാന്യം ഒന്ന് ആലോചിച്ച് നോക്കണം. പക്ഷേ ഈ വൻകുടലിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് തീർക്കാം. ഈ വൻകുടലിൽ more than 500 different types of bacteria, bacillus, fungus, virus and parasites. 500 തരം ബാക്ടീരിയ ഉണ്ട്, വൈറസ്, പാരസൈറ്റ് എല്ലാം ഉണ്ട്. പാരസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ ചെറിയ വിരകൾ എല്ലാം പല രീതിയിലുള്ള വിരകളും അതിനകത്ത് വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് ആൻഡ് ഡിസീസ് ബിഗിൻ ഫ്രം അവർ ലാർജ് ഇൻഡസ്റ്റൈൻ, നോട്ട് ഫ്രം എനി പാർട്ട് ഓഫ് ദ ബോഡി. അതായത് സോക്കേട് ഉണ്ടാകുന്നത് എല്ലാം ഈ വൻകുടലിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അതിന് വൻകുടലിൻ്റെ പ്രാധാന്യം ആലോചിച്ചോണം. അപ്പോൾ ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം ഇപ്പോൾ നമ്മുടെ ജനസംഖ്യയ്ക്ക് അല്ലെങ്കിൽ ലോക ജനസംഖ്യയ്ക്ക് തന്നെയും പ്രധാനമായിട്ട് വരുന്നത് അതിന് വേറൊരു സിസ്റ്റം പറഞ്ഞിരിക്കുന്നത്, ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞിരിക്കുന്നത് കോളൻ ഹൈഡ്രോതെറാപ്പി. ഈ കോളോഹൈഡ്രൻ തെറാപ്പി എന്ന് കഴിഞ്ഞാൽ കോൾഡ് ടു ക്യാൻസർ, എല്ലാ രോഗത്തിനും ഏറ്റവും പ്രധാനപ്പെട്ടതാണത്. ആ ട്രീറ്റ്മെൻറ്റ് അത് അമേരിക്കയിൽ തന്നെ ഇത് ലീഗലൈസ് ചെയ്യാൻ ഏകദേശം 15-20 വർഷത്തോളം റിസർച്ച് ചെയ്തതിന് ശേഷമാണ് FDA ഇതൊരു സിസ്റ്റമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് അത് FDA എന്ത് അംഗീകരിച്ചു കഴിഞ്ഞാൽ WHO ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് അംഗീകരിക്കും. അതുപോലുള്ള റിസർച്ചാണ് അവർ നടത്തുന്നത്. അപ്പോൾ എല്ലാ രോഗങ്ങളും വരാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എവിടെ നിന്നാണ്? ഈ വൻകുടലിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതൊരു വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാനത് ചുരുക്കി പറയാം. ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ കോളൻ ആക്റ്റീവ് ആണോ അല്ലെങ്കിൽ വൻകുടൽ ആക്റ്റീവ് ആണോ ഇല്ലയോ എന്നറിയാൻ നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മലം പോകണമെന്ന് തോന്നണം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഈ ഡോക്ടർമാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2-3 പ്രാവശ്യം മലം പോയില്ലെങ്കിൽ കുഴപ്പമില്ലെന്നു. അതേസമയം ആയുർവേദിക് സിസ്റ്റം അല്ലെങ്കിൽ നാച്ചുറോപ്പതിക് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് മലശോധന കറക്റ്റ് ചെയ്യുക എന്നുള്ളത്. അതാണ് സയൻറ്റിഫിക് ആയിട്ടുള്ളത്. പക്ഷേ അതിന് ഒരുപാട് മെഡിസിൻസ് മലം പോകാനുള്ളതിന് ഒരു സിന്തറ്റിക് ആയിട്ടുള്ള മോഡേൺ മെഡിക്കൽ ഡോക്ടേഴ്സ് ആകുമ്പോൾ സിന്തറ്റിക് ആയിട്ടുള്ളത് കൊടുക്കും, ആയുർവേദ ഹെർബലായിട്ടുള്ളത് കൊടുക്കും, ഹോമിയോപ്പതിക് ഡോക്ടേഴ്സ് ഹെർബലായിട്ടുള്ളതും പിന്നെ ഹോമിയോപ്പതിക് മെഡിസിൻ ധാരാളമുണ്ട്. അതുപോലെ എല്ലാ സിസ്റ്റത്തിലും മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു സിസ്റ്റത്തിനെയും കുറ്റം പറയാൻ എല്ലാ സിസ്റ്റത്തിലും ഉണ്ട്. അപ്പോൾ ഒരു ഡോക്ടർ ചുമതലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ മലമൂത്ര വിസർജനം നടക്കുന്നുണ്ടോ എന്നറിയാനാണ്. അതിൻ്റെ പ്രാധാന്യം ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പോൾ നമ്മുടെ ആക്റ്റീവ് കോളനാണ് ശരിയാണ്, നമ്മുടെ കോളൻ അല്ലെങ്കിൽ വൻകുടൽ ആക്റ്റീവ് ആണോ അല്ലയോ എന്നറിയാൻ ഈ പാല് കുടിക്കുന്ന കുട്ടികളെ മാത്രം നോക്കിയാൽ മതി. ഒരു കുട്ടി ആണായാലും പെണ്ണായാലും പാല് കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു മലവും പോവും മൂത്രവും പോവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു ആക്റ്റീവ് കോളനാണ്. ബട്ട് അമേരിക്കയിൽ ഒരുപാട് റിസർച്ച് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഒരു ആക്റ്റീവ് കോളനാണോ ഇല്ലയോ എന്നറിയാൻ പാല് കുടിക്കുന്ന ഒരു കുട്ടിയെ നോക്കിയാൽ മതി. അപ്പോൾ അതാണ് ആക്റ്റീവ് കോളൻ. അവർ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അതായത് 2 വയസ്സിന് ശേഷം ആർക്കും തന്നെ ഒരു നോർമലായിട്ടുള്ള ഇൻറ്റസ്റ്റൈൻ കാണാൻ സാധ്യതയില്ല. കാരണം ഈ കുട്ടികൾ ജനിക്കുമ്പോൾ തൊട്ട് തന്നെ മുലപ്പാലിന് പകരം ഈ മറ്റ് പിന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള പാൽപ്പൊടി അതുപോലൊക്കെ ഉള്ളത് കൊടുക്കുമ്പോഴത്തേക്ക് മലബന്ധം ഉണ്ടാകും. അപ്പോൾ ഇത്രയും പ്രധാനമായിട്ട് പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ മെയിനായിട്ട് നോക്കും. നിങ്ങൾ ഇനി അതാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. ഞാനിവിടെ ചെയ്യുന്നത് പിന്നെ ആൻജിയോഗ്രാം ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, അതുപോലെ തന്നെ ഈവൻ ബൈപ്പാസ് അത് ഒഴിവാക്കുക. ഏകദേശം WHO തന്നെ പറഞ്ഞിരിക്കുന്നത് ആൻജിയോഗ്രാം വളരെ ഡേഞ്ചറസ് ആണ്. ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് പ്രയോജനമൊന്നും വരുന്നില്ല. ബൈപ്പാസ് സർജറി മോർ ദാൻ 90% ബൈപ്പാസ് സർജറീസ് ആർ അൺവാണ്ടഡ്. പക്ഷേ ഇതെൻ്റെ വാക്കല്ല, WHO തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ തന്നെ നമ്മുടെ ഹോസ്പിറ്റലുകളെല്ലാം ഇതാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് 2-3 സൊല്യൂഷൻ ഇതാണ്. ഒന്ന്, ആൻജിയോഗ്രാമിന് പകരം ഹാർട്ട് സ്കാനാണ് ലേറ്റസ്റ്റ്. ഡെവലപ്പ് കൺട്രീസ് എല്ലാം അതാണ് ചെയ്യുന്നത്. കേരളത്തിൽ തന്നെയും ഇന്ത്യയിൽ തന്നെയും 10-20 സെൻറ്റേഴ്സ് ഉണ്ട്, കേരളത്തിലില്ല. പിന്നെ അതുപോലെ കഴിഞ്ഞ് ബൈപ്പാസ് സർജറി കൊണ്ട് ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് പേഷ്യൻ്റ് ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു മോർ ദാൻ 90% ബൈപ്പാസ് സർജറീസ് അൺവാണ്ടഡ്, ആവശ്യമില്ലാത്തതാണ്. പക്ഷേ ആവശ്യമുള്ളതും വരും.
ഇതിന് ബൈപ്പാസ് സർജറി മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ അതേപ്പറ്റി ഇനി വേറൊരു എപ്പിസോഡിൽ കൂടുതലായിട്ട് പറഞ്ഞു തരാം. ഇതേപ്പറ്റി കൂടുതലായിട്ട് അറിയുന്നതിന് നിങ്ങൾ വൈകിട്ട് 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.